ഒരു എം പിയും ഒരു എം എൽ എയും അടക്കമുള്ളവരിരുന്ന് 2 MLA-മാരും അടക്കമുള്ളവരിരുന്ന് എടുത്തൊരു തീരുമാനമാണ്. അപ്പം വരുന്ന ആളുകളിൽ ഈ കേസിന്റെ നടത്തിപ്പിനെ ഏതെങ്കിലും തരത്തിൽ ഇത്തരമൊരു തീരുമാനം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ അമ്മയിലുണ്ട് എന്നുള്ളതുകൊണ്ട് അവരുടെ സ്വാധീനമൊന്നും ഗവൺമെൻറ്റിന് ചെലുത്താൻ കഴിയില്ല. ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ടാണല്ലോ നിലപാട് സ്വീകരിച്ചു പോകുന്നത്. ആരെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ MLA-മാർ അവിടെ ഉണ്ടായിപ്പോയത് കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ നിലപാടല്ല അവിടെ അവർ പോയി അതിനകത്ത് പോയി എടുത്തിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സുശക്തമായ നിലപാടുണ്ട്. ആ നിലപാടിലാണ് ഗവൺമെൻറ് ഉറച്ചു നിൽക്കുന്നത്. ഈ കുട്ടിയോട് ഇരയോട് അങ്ങേറ്റം മാന്യത പുലർത്താൻ തരത്തിലേ ഗവൺമെൻറ് ഇടപെട്ടിട്ടുള്ളൂ. കേസ് അവസാനിക്കുന്നവരെ അങ്ങനെയായിരിക്കും. അമ്മയുടെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതാണ്. എന്താണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത് നമ്മളെയും ഒട്ടൊന്ന് അത്ഭുതപ്പെടുത്തി. ഒരു കാര്യത്തിൽ ഒരു നടപടി എടുത്താൽ അതിന്മേൽ എന്താണ് തീരുമാനം എന്നത് വരുന്നതിന് മുമ്പേ അവർക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വരുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ അതിന് കണ്ടെത്തുന്ന ന്യായീകരണം സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും മനസ്സിലാകുന്നതല്ല. റോൾ മോഡലായി സിനിമയിൽ അഭിനയിക്കുന്നവരെയാണ് നമ്മൾ ഒരു ബഹുമാനത്തോടു കൂടി കാണുന്നത്. റോൾ മോഡലാകേണ്ടവർ സിനിമയിൽ മാത്രമേ ഉള്ളൂ, സ്വന്തം ജീവിതത്തിൽ ഈ റോൾ മോഡൽ ആവണ്ടേ എന്നെനിക്കും തോന്നി. അപ്പോൾ ഇങ്ങനൊരു സുപ്രധാനമായ സാംസ്കാരിക സംഘടന അതിൻ്റെ ആളുകൾക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ഉയർത്തിപ്പിടിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെയും ശക്തമായ പക്ഷം. ഇക്കാര്യത്തിൽ ഏതാനും നടികൾ മാത്രമേ പ്രതികരിച്ച് കണ്ടുള്ളൂ. അപ്പോൾ സ്ത്രീ സമൂഹമാകെ ഈ അനീതിക്കെതിരായി ചോദ്യം ചെയ്യണം. പ്രതികരിച്ച നടികൾ അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കുറ്റം ചെയ്യുന്നവൻ എത്ര പ്രമാണിയാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. അവൻ സമൂഹത്തിൻ്റെ മുന്നിൽ അവന് ഉള്ള സ്ഥാനം കുറ്റവാളിയുടേതായിരിക്കും. അതിന് വേറൊരു പരിവേഷമൊന്നും കൊടുത്ത് രക്ഷപ്പെടുത്താനൊക്കെ ആര് ശ്രമിച്ചാലും അത് സാമൂഹ്യ നീതിക്ക് നിരക്കുന്നതല്ല.